ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങാൻ പോണെയാണ്. അപ്പോൾ അത് തുടങ്ങണതിന് മുന്നേ വന്നിട്ടുള്ള മത്സരാർത്ഥികളായിട്ടുള്ള നമ്മുടെ അഖിൽ മാരാറും അതേപോലെ ഫിറോസ് ഖാനും തമ്മിൽ പൊരിഞ്ഞടിയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഫിറോസ് ഒരു വീഡിയോ ഇടുന്നതാണ്, അതായത് ഈ മത്സരാർത്ഥികൾ ഇനി 6-നകത്തേക്ക് വരാൻ പോണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അതിനകത്ത് പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, അതായത് സീസൺ 5 ആണ് ഏറ്റവും മോശമായിട്ടുള്ള സീസൺ എന്നുള്ള രീതിക്ക് പുള്ളി ഒരു സാധനം പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ അഖിൽ മാരാറിനെ അങ്ങോട്ട് അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നല്ല, ഇതാണ് ഏറ്റവും ബെസ്റ്റ് സീസൺ 5 ആണ് ഏറ്റവും ബെസ്റ്റ് സീസൺ, അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട സീസൺ എന്നൊക്കെ പുള്ളി ഒരു സംഭവം പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സീസണാണ് സീസൺ 5 എന്ന് പറഞ്ഞാൽ. പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെടാത്തതെന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് എന്ന് പറയാം. ഏറ്റവും ഇഷ്ടപ്പെടാത്തത് സീസൺ 3 ആണ്. പക്ഷേ സീസൺ 3-നകത്താണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ ഡേഞ്ചറസ് ഫിറോസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ഈ സീസൺ 5-നകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ഈ നമ്മുടെ അഖിൽ മാരാർ എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം അതിനകത്ത് അഖിൽ മാരാർ മാത്രമേ ഉള്ളൂ മര്യാദ കളിക്കുന്നതായിട്ട്. കാര്യം അതുകൊണ്ടാണ് ബാക്കിയുള്ള ഇപ്പൊ ഏതൊരു കണ്ടസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ സീസൺ 5-നകത്ത് എടുത്തു നോക്കണമെങ്കിൽ എന്തിനോ വേണ്ടി വരുന്നത് വന്നിട്ട് എല്ലാവരും കൂടെ അഖിൽ മാരാറിനെ പൊക്കിപ്പിടിച്ചിട്ട് നടക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇനി അഖിൽ മാരാറും ഈ നമ്മുടെ ഫിറോസും തമ്മിലുള്ള അടി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ഇപ്പൊ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് അഖിൽ മാരാർ നമ്മുടെ ഫിറോസിനെ കൊള്ളിച്ചിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഗുണം ഇതുകൊണ്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്ന് പ്രതികരിച്ചു, അല്ലെങ്കിൽ അതുകൊണ്ട് ഫിറോസിന് കുറച്ചുകൂടെ ശ്രദ്ധ കിട്ടുന്നുണ്ട്, ആ നല്ല കാര്യം. ഒരാൾക്ക് ശ്രദ്ധ കിട്ടുന്നു, എന്നിലൂടെ കുറച്ച് ശ്രദ്ധ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. ഓക്കെ, അപ്പൊ അഖിൽ മാരാർ ഇവിടെ പറയണതെന്ന് പറഞ്ഞാൽ അഖിൽ കാരണമാണ് ഫിറോസിന്റെ ശ്രദ്ധ കിട്ടുന്നത് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമുക്കൊന്ന് തിരിച്ചു ആലോചിച്ചൂടെ? വേണമെങ്കിൽ നമുക്ക് ഫിറോസ് കാരണം അഖിൽ മാരാറിന് ശ്രദ്ധ കിട്ടുന്നു എന്ന് ആലോചിക്കുമല്ല. കാര്യം ഫിറോസ് ആണ് ആദ്യം വന്നിട്ട് ഈ ഒരു വിഷയത്തിന് അത് വീഡിയോ ഇട്ടത്, എന്നിട്ട് അതിന്റെ ചൂടേ പിടിച്ച് വന്നത് അഖിൽ മാരാറാണ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് തിരിച്ചാലോചിച്ചൂടാ? പിന്നെ നമ്മൾ ഫോളോവേഴ്സ് കൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അഖിൽ മാരാറിനാണ് കൂടുതൽ കാര്യം, പുള്ളിയാർന്ന് വിന്നർ. പക്ഷെ എന്നാലും ഈ അഖിൽ മാരാർ പറഞ്ഞ ഈ ഒരു സംഭവത്തിനോട് എനിക്ക് ചെറിയ വിയോജിപ്പുണ്ട്. വേണമെങ്കിൽ നമുക്ക് തിരിച്ചു ആലോചിച്ച് നോക്കാം. അഖിൽ മാരാറാണ് ഈ ഒരു വിഷയം പിടിച്ച് വന്നത്, അല്ലാണ്ട് ഫിറോസ് അല്ല. ഇത് അഖിൽ മാരാറിന്റെ മേത്തേക്ക് കയറി വന്നത് ഫിറോസ് അല്ല, കാര്യം അഖിൽ മാരാറാണ് വന്നത്. അപ്പൊ എന്തുകൊണ്ട് തിരിച്ചു പറഞ്ഞുകൂടാ? ഇനി ഫിറോസിന് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത്? അതായത് ഫിറോസ് അഖിൽ മാരാറിനെ വെച്ച് റീച്ച് ഉണ്ടാക്കണമെന്നുള്ള രീതിക്ക് പറഞ്ഞതിനകത്ത് ഫിറോസിന് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേട്ടു. എനിക്ക് അളിയനൊന്നും നേരിട്ട് കാണണം, എനിക്ക് അത്രമേൽ എനിക്കൊന്നും വന്നിക്കണം അളിയനെ. കാരണം അത്രമേൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു അളിയനെ, കാരണം ഞാനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അളിയനെ ഒരുപാട് നന്ദി, എന്ത് പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ് അളിയൻ. കാരണം അളിയൻ ഉണ്ടായതുകൊണ്ട് എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അളിയൻ ഇത് വന്ന് പറയുന്നുണ്ട്, എനിക്ക് 10 പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ വളരെ എന്താണ് അളിയന് ഇത്ര മനസ്സ് വിടുന്നത് അളിയൻ്റെ മനസ്സ് കാരണം എന്തായാലും എനിക്കും എൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ അളിയൻ വന്ന് പറഞ്ഞില്ല ഞാൻ എങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടേനെ? അതിന് ഇത്രയും വലിയ ചാൻസ് അല്ലേ എനിക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ പുള്ളി സർക്കാസ്റ്റിക്കലി ആണ് പുള്ളിക്കാരൻ ആ വീഡിയോനകത്ത് പറഞ്ഞത്. എനിക്കും അത് കണ്ടപ്പോഴത്തേക്ക് അതാണ് തോന്നിയത്. കാര്യം അഖിൽ മാരാർ എന്തോ ഔദാര്യം കൊടുക്കുന്ന രീതിക്കാണ് പുള്ളി സംസാരിക്കുന്നത്, അഖിൽ മാരാർ സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അങ്ങനെ ഒരു ഔദാര്യമോ അങ്ങനെ എന്തെങ്കിലും ഈ ഫിറോസിന് കിട്ടുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ കുറച്ച് റീച്ച് കിട്ടുന്നുണ്ടാവാം, അത് ചിലപ്പോൾ പുള്ളി പറഞ്ഞാൽ ശരിയായിരിക്കാം. കാര്യം പുള്ളിക്കാണ് ഒബ്വിയസ്ലി റീച്ച് കൂടുതൽ, അഖിൽ മാരാറിനാണ് ഒബ്വിയസ്ലി റീച്ച് കൂടുതൽ. പക്ഷെ അഖിൽ മാരാറാണ് ഈ വിഷയത്തിനകത്തേക്ക് ഈ ഫിറോസിന്റെ ചുവട് പിടിച്ച് വന്നത് എന്നുള്ള എനിക്ക് ഒരിക്കലും അത് പറയാൻ പറ്റൂല. കാര്യം അഖിൽ മാരാറിനെ റീച്ച് പിടിച്ചിട്ടാണ് ഇപ്പൊ ഫിറോസ് നടക്കുന്നത്, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റൂല. കാര്യം നിങ്ങളാണ് ഇതിന്റെ പുറകെ വന്നേക്കണത്. ഇനി ഈ അഖിൽ മാരാറിന്റെ അടുത്ത ഒരു മെൻഷനിങ്, അതായത് ഫിറോസിനെ മെൻഷൻ ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യം കേട്ടോ. സീസൺ 3-ൽ ഫിറോസ് ഖാൻ വന്നിട്ട് ഒരു വലിയ ചലനം അവിടെ ഉണ്ടാക്കി, അവസാനം ലാലേട്ടനുമായി മൂടിക്കെട്ടി പറഞ്ഞു വിട്ടു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതെന്തോ ഒരുമാതിരി ആക്കി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്ത് അഖിൽ മാരാർ. പക്ഷേ എന്നാലും ഈ നമ്മൾ സീസൺ 3 നമ്മൾ എടുത്തു നോക്കണമെങ്കിൽ ആ സീസൺ 3 ഫുൾ ഒരു ഓണവില്ല് ടൈപ്പായിരുന്നു ആ ഒരു സീസൺ. ആ ഒരു സീസണിനെ മൊത്തത്തിലൊന്ന് ഇളക്കി മറിച്ച ഒരാളായിട്ടാണ് എനിക്ക് ഫിറോസിനെ തോന്നിയിട്ടുള്ളത്. പുള്ളിക്കാരൻ അങ്ങോട്ട് വന്ന് കയറി, പുള്ളിയാണെങ്കിലും സജിനയാണെങ്കിലും അവരതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറി അവരുണ്ടാക്കിയ ആ ഒരു ഓളമുണ്ട്. പക്ഷെ ആ ഓളം കൂടിപ്പോയത് കൊണ്ടാണെന്ന് തോന്നുന്നത് അവർ രണ്ടുപേരെയും പിടിച്ച് പുറത്താക്കി. ശരിക്കും പുറത്താക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ പുള്ളി അതിനകത്ത് ചെയ്തോ എന്ന് എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടായില്ല, ഇന്നും എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് പുള്ളി അത്രയും വലിയ കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്തോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം പുറത്താക്കാൻ മാത്രമുള്ള കാര്യങ്ങളെ. പക്ഷേ ഇപ്പൊ നമ്മുടെ അഖിൽ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്തിനോ, അതായത് അതിൻ്റെ ഉള്ളിൽ വന്ന് കുറച്ച് ഓളങ്ങൾ ഉണ്ടാക്കി അവസാനം ലാലേട്ടൻ പിടിച്ച് പുറത്താക്കി എന്നുള്ള രീതിക്കാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ സൈഡ്, ഞാൻ പറയുന്ന എൻ്റെ സൈഡ്, അത്രേ ഉള്ളൂ. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് അങ്ങനെയാണ് തോന്നിയത്. അല്ലാണ്ട് അങ്ങനെ പുച്ഛിച്ച് പറയാൻ മാത്രമുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി ഈ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അഖിലും ഫിറോസും ആയിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ, അതായത് ഫിറോസ് അഖിലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് ആദ്യം ശ്രമിച്ചപ്പോഴത്തേക്ക് അഖിൽ പിന്നെ കോളൊന്ന് അറ്റൻഡ് ചെയ്യാണ്ടിരുന്ന് അതിന്റെ കുറച്ച് സംഭവങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായെന്ന് പറയണ്ട. അപ്പൊ ഫിറോസ് അത് പറയണമെന്ന്. എന്നിട്ട് ഞാൻ പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിച്ചു നോക്കി, അപ്പോഴും അളിയൻ കട്ട് ചെയ്ത് കളഞ്ഞു.
പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് തിരിച്ച് അളിയൻ വിളിച്ച് വാട്സപ്പിൽ, മനസ്സിലായി. ഇനി അങ്ങനെ അളിയോ മറ്റേ നോർമൽ കോളിൽ വിളിച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്ത് ഇനിയിപ്പോൾ അതെടുത്ത് ആ ഓഡിയോ ഇട്ട് അതിൽ റീച്ച് ഉണ്ടാക്കിയാലോ എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു അളിയൻ വാട്സപ്പ് കോൾ എനിക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ ചെയ്തപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അളിയൻ പറഞ്ഞത്, ഞാൻ തിരിച്ചു വിളിക്കാം, എൻ്റെ ആരാധകരൊക്കെ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്, എനിക്കൊന്ന് കാണും, അവരോട്ടൊന്ന് സംസാരിക്കണം, ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അളിയൻ വിളിച്ചതേ ഇല്ല. ഒരു 5-6 മാസം വരെ അളിയൻ വിളിച്ചില്ല. ഓക്കെ, അപ്പൊ ഫിറോസിനെ ഇവിടെ തിരിച്ചു വിളിക്കാത്തതിന്റെ കാര്യം, അതേപോലെ വിളിച്ചു കഴിഞ്ഞിട്ട് ആരാധകർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് പറഞ്ഞെന്നൊക്കെയാണ് ഫിറോസ് പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് ഇനി ഫിറോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഫിറോസിന്റെ ഭാഗത്ത് എന്താണ് ഇങ്ങനെ ഒരു മറുപടി വന്നതെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതൊന്നും കേട്ടു. അളിയനെന്നല്ല, ഒരു ജാടത്തിണ്ടികളുടെ നമ്പറുകളും ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്യാറേ ഇല്ല. ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ കരുതി അളിയൻ അത്ര വലിയ ജാടയൊന്നുമില്ല, അളിയൻ സാധാരണ മനുഷ്യനാണ്, അവിടെ വെച്ച് എൻ്റെ അടുത്ത് കാണിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്പർ യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് മേടിച്ച് സേവ് ചെയ്തത്. പക്ഷെ അത് അളിയൻ്റെ ആ പെരുമാറ്റത്തോടെ എനിക്ക് മനസ്സിലായി, അളിയൻ ബിഗ് ബോസിൻ്റെ രാജാവാണ്, അളിയനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം എന്ന് അളിയൻ്റെ തോന്നൽ. അങ്ങനെ വിചാരിച്ചിരിക്കുന്നിടത്ത് നമ്മൾ എന്തോ പറയാൻ, അതുകൊണ്ട് ആ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഫിറോസ് ഈ പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി നമ്പർ കിട്ടാത്തതുകൊണ്ട്, അതേപോലെ ഇപ്പൊ അഖിൽമാരായിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു വിഷമം പോലത്തെ ഉള്ള രീതിക്ക് എനിക്ക് തോന്നി. കാര്യം ഇപ്പൊ നമ്മൾ കിട്ടാത്ത മുന്തിരി പുളിക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ പറയൂലേ, ആ ഒരു രീതിക്ക് വെറുതെ ഇങ്ങനെ അഖിലിനെ ഇപ്പം ജാട തിണ്ടിയാണെന്നൊക്കെ ഉള്ള രീതിക്ക് പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയത് കണ്ടപ്പോഴത്തേക്കും. ഈ ഒരു സംഭവം മാത്രമാണ് എനിക്ക് ഫിറോസിനോട് ഒരു വിയോജിപ്പായിട്ട് ഈ ഒരു സെക്ഷനകത്ത് ഫുള്ള് തോന്നിയത്. ഇപ്പൊ അല്ലാണ്ട് ഇപ്പൊ ബാക്കിയെല്ലാം ഈ ഫിറോസ് പറഞ്ഞതിനകത്ത് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു കാര്യവും കൂടെ ഫിറോസ് ലാസ്റ്റ് ഏത് സീസണായിരുന്നു നല്ലതും 5ാമത്തെ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നുമില്ല. ഞാൻ തുറന്നു പറയാം, 5ാമത്തെ സീസൺ ആയിരുന്നു ബാക്കി 4 സീസണെ അപേക്ഷിച്ച് ഏറ്റവും മോശം. അല്ല ജനങ്ങളെടുത്ത് TRP മറ്റേടത്ത് തെലുങ്കിനകത്ത് ഇത്ര മറ്റേനകത്ത് ഇത്ര ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളിട്ട് കൺഫ്യൂഷൻ ആക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഫിറോസ് പറഞ്ഞ അത്രേ ഉള്ളൂ. 5ാമത്തെ സീസൺ ആയിരുന്നു ഏറ്റവും മോശം സീസൺ എന്നാണ് ഫിറോസ് പറയുന്നത്. അത് ഫിറോസിന്റെ സൈഡാണ്. എനിക്കും അത് തന്നെ തോന്നിയിട്ടുള്ളത്. അതായത് 5ാമത്തെ സീസൺ ഏറ്റവും മോശം സീസൺ ആയിരുന്നു 5ാമത്തെ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഈ അഖിൽമാരാറ് അതേപോലെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ സീസൺ ഒന്നിനും കൊള്ളൂല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ പലരും പറയാറുണ്ട് ഒരേ ഒരു രാജാവ് അതേപോലെയൊക്കെ പറയാറുണ്ട്. അത് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റണം. കാര്യം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ അവിടെ നിന്ന് ഒരാൾ പൊങ്ങി വരുമ്പോൾ നമുക്ക് പറയാം അയാൾ നല്ല കിഡിലാണ്, അയാൾ ഇപ്പൊ രാജാവ് എന്ന് പറയണതിനോടൊന്നും എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. അപ്പൊ അയാൾ കിഡിലാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇത് ഈ ഒരു ഇപ്പൊ നമ്മൾ സീസൺ 5 എടുത്ത് നോക്കണമെങ്കിൽ അതിനകത്ത് ആകെ കൂടെ ഒരു പ്ലെയർ ആയിട്ടുള്ളത് അഖിൽമാരാറാണ്. ബാക്കി എല്ലാം വേസ്റ്റുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എന്തിനോ വേണ്ടി അതിനുള്ളിലേക്ക് വെറുതെ വന്നേക്കണം. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്ന് ഒരു രാജാവ് ഉണ്ടായി വരാന്നൊക്കെ പറഞ്ഞാൽ അതൊരു സിമ്പിൾ കാര്യമായിട്ടാണ് എനിക്ക് ആ ഒരു സീസൺ കണ്ടപ്പോഴത്തേക്കും തോന്നിയത്. അപ്പൊ ഈ ഒരു സംഭവം, അതായത് ഈ അഖില് പറയണതെന്ന് പറഞ്ഞാൽ അഖിലിന്റെ സീസണാണ് ഏറ്റവും അടിപൊളി സീസൺ, അതിനോടൊന്നും ഞാൻ ഒട്ടി യോജിക്കുള്ള. ആ ഒരു സെക്ഷനകത്തൊക്കെ ഞാൻ മുഴുവനായിട്ട് ഫിറോസിനോടാണ് യോജിക്കുന്നത്. അപ്പൊ എന്താണ് ഈ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് ഏത് സീസണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടാറ്റാ ബൈ ബൈ.